ഹലോ ഓൾ, നമ്മളിന്ന് AWSൽ ഓട്ടോ സ്കെയിലിംഗ് ആണ് പരിചയപ്പെടാനായി പോകുന്നത്. ഓട്ടോ സ്കെയിലിംഗ് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ലൈക്ക് EC2, കണ്ടെയ്നേഴ്സ്, AWS ലാംഡ, ഡേറ്റാബേസസ് ലൈക്ക് RDS പോലുള്ളവയിലേക്ക് വരുന്ന വർക്ക് ലോഡ്സ് അല്ലെങ്കിൽ ഡിമാൻഡ്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സർവീസസിൻ്റെ അവൈലബിലിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. ഓട്ടോ സ്കെയിലിംഗ് നമ്മുടെ CPU യൂട്ടിലൈസേഷൻ, മെമ്മറി യൂസേജ്, നെറ്റ്വർക്ക് ട്രാഫിക് എന്നിവ മോണിറ്റർ ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ഇൻ ആൻഡ് സ്കെയിൽ ഔട്ട് ചെയ്യുന്നു. നമുക്ക് ആദ്യം തന്നെ EC2 ഡാഷ്ബോർഡിലേക്ക് പോകാം. ആൻഡ് നേരത്തെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയും ഒരു യൂസർ ഡേറ്റ വഴി ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ഇൻസ്റ്റൻസിൻ്റെ AMI സ്റ്റോർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. ആ ഒരു AMI ഉപയോഗിച്ച് ലോഞ്ച് ചെയ്ത ഇൻസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് റണ്ണിങ്ങിൽ കാണിക്കുന്നത്. ആ ഒരു ഇൻസ്റ്റൻസിൻ്റെ പബ്ലിക് IP അഡ്രസ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു IP അഡ്രസ് നമ്മൾ AMIക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസിൻ്റെ പ്രൈവറ്റ് IPv4 അഡ്രസ് ആണ്. ഈ ഒരു റിസൾട്ട് ആയിരിക്കും നമ്മളുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് വഴി പ്രൊവിഷൻ ചെയ്യുന്ന ഇൻസ്റ്റൻസുകളും തരാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു ടെംപ്ലേറ്റ് ലോഞ്ച് ചെയ്യാം. ലോഞ്ച് ടെംപ്ലേറ്റ്സിലേക്ക് പോവുക, ക്രിയേറ്റ് ലോഞ്ച് ടെംപ്ലേറ്റ് കൊടുക്കുക, ടെംപ്ലേറ്റ് നെയിം കൊടുക്കുക, അതിനുശേഷം OS അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആൻഡ് OS ഇമേജസിൽ മൈ AMIs സെലക്ട് ചെയ്തതിന് ശേഷം ഇമേജ് 1 ആണ് നേരത്തെ സ്റ്റോർ ചെയ്ത AMI. ഇമേജ് 1 സെലക്ട് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം ഇൻസ്റ്റൻസ് ടൈപ്പിൽ T2 മൈക്രോ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് വഴി പ്രൊവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റൻസുകളുടെ ഇൻസ്റ്റൻസ് ടൈപ്പും T2 മൈക്രോ ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കീ പെയർ കൂടി കൊടുക്കുക. പുതിയതായിട്ട് വരുന്ന ഇൻസ്റ്റൻസുകളുടെ കീ പെയറും ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന കീ പെയർ ആയിരിക്കും. ആൻഡ് സെക്യൂരിറ്റി ഗ്രൂപ്പും അതുപോലെ തന്നെ കോൺഫിഗർ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുക്കുന്നു. ആൻഡ് ഈ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പിന് ഇൻബൗണ്ട് ട്രാഫിക്കിൽ HTTP ആൻഡ് SSH ട്രാഫിക് അലോ ചെയ്യുന്നതാണ്. ലോഞ്ച് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ലോഞ്ച് ടെംപ്ലേറ്റിലേക്ക് വന്നാൽ നമ്മൾ ടെംപ്ലേറ്റ് ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിലേക്ക് പോവുക, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഗ്രൂപ്പ് നെയിം കൊടുക്കുക, ആൻഡ് ലോഞ്ച് ടെംപ്ലേറ്റ്, അതായത് നമ്മൾ നേരത്തെ ലോഞ്ച് ചെയ്ത ടെംപ്ലേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് VPC സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ഡിഫോൾട്ട് VPC സെലക്ട് ചെയ്യുന്നു. ആൻഡ് അവൈലബിലിറ്റി സോൺസ് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്നെറ്റ്സ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ലോഡ് ബാലൻസിങ്ങിൽ ഒരു ന്യൂ ലോഡ് ബാലൻസർ ആണ് ഇവിടെ അറ്റാച്ച് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. അറ്റാച്ച് ചെയ്യാൻ ന്യൂ ലോഡ് ബാലൻസർ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഒരു എക്സിസ്റ്റിംഗ് ലോഡ് ബാലൻസർ ഉണ്ടെങ്കിൽ ആ ഒരു ലോഡ് ബാലൻസറിലേക്ക് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതിനായി അറ്റാച്ച് ചെയ്യാൻ എക്സിസ്റ്റിംഗ് ലോഡ് ബാലൻസർ കൊടുക്കാം. ലോഡ് ബാലൻസർ വേണ്ട എന്നുണ്ടെങ്കിൽ നോ ലോഡ് ബാലൻസറും കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു ന്യൂ ലോഡ് ബാലൻസർ അറ്റാച്ച് ചെയ്യുന്നു. ലോഡ് ബാലൻസർ ടൈപ്പ് ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസർ ആണ്. ആൻഡ് ലോഡ് ബാലൻസർ സ്കീം ഇന്റർനെറ്റ് ഫേസിംഗ് ആണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റി സോൺസ് ആൻഡ് സബ്നെറ്റ്സ് കൊടുക്കുക. അതിനുശേഷം ടാർഗറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഹെൽത്ത് ചെക്സിൽ ടേൺ ഓൺ ഇലാസ്റ്റിക് ലോഡ് ബാലൻസിങ് ഹെൽത്ത് ചെക്സ് മാർക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ഓട്ടോ സ്കെയിലിംഗ് വഴി പ്രൊവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റൻസുകളുടെ എണ്ണം ഇവിടെ നമ്മൾക്ക് കൊടുക്കാവുന്നതാണ്. ഡിസൈഡ് കപ്പാസിറ്റി ഞാൻ 2 കൊടുക്കുന്നു. മിനിമം കപ്പാസിറ്റി അറ്റ്ലീസ്റ്റ് ഒരു ഇൻസ്റ്റൻസ് എങ്കിലും പ്രൊവിഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ മിനിമം കപ്പാസിറ്റി 1ഉം മാക്സിമം 3 എന്ന രീതിയിൽ, അതായത് മാക്സിമം 3 ഇൻസ്റ്റൻസുകൾ എങ്കിലും
പ്രൊവിഷൻ ചെയ്യണം എന്ന രീതിയിൽ മാക്സിമം കപ്പാസിറ്റി 3 കൊടുക്കുന്നു. സോ ഡിസൈഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ചായിട്ടായിരിക്കും ആദ്യം തന്നെ നമ്മളുടെ ഇൻസ്റ്റൻസുകൾ പ്രൊവിഷൻ ചെയ്യുക. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൻ്റെ വർക്ക് ലോഡ്സ് അനുസരിച്ച് ഡിസൈഡ് കപ്പാസിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് റിവ്യൂ ചെയ്യുക. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. സോ നമ്മളുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഇവിടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് EC2 ഇൻസ്റ്റൻസിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റൻസ് റണ്ണിങ് സ്റ്റേറ്റിലേക്കുള്ളൂ. അല്പസമയത്തിനകം 2 ഇൻസ്റ്റൻസുകൾ കൂടി ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് പെൻഡിങ്ങിലേക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ റണ്ണിങ്ങിലേക്ക് വരുന്നതാണ്. സോ ഇപ്പോൾ ഇവിടെ 2 ഇൻസ്റ്റൻസുകൾ കൂടി ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവയുടെ സ്റ്റാറ്റസ് ചെക്ക് ഇനിഷ്യലൈസിങ് സ്റ്റേറ്റിലാണ്. സോ അപ്പോഴേക്കും നമുക്ക് ടാർഗറ്റ് ഗ്രൂപ്പ് ആൻഡ് ലോഡ് ബാലൻസർ കൂടി ഒന്ന് പരിശോധിക്കാം. സോ ലോഡ് ബാലൻസറിലേക്ക് ആദ്യം ഒന്ന് പോകാം. സോ ലോഡ് ബാലൻസർ ഇപ്പോൾ സ്റ്റേറ്റ് പ്രൊവിഷനിങ്ങിലാണ്. ആൻഡ് ടാർഗറ്റ് ഗ്രൂപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ടാർഗറ്റ് ഗ്രൂപ്പും നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് കോൺഫിഗർ ചെയ്തപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടാർഗറ്റ് ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ലോഡ് ബാലൻസർ സ്റ്റേറ്റ് പ്രൊവിഷനിങ്ങിൽ തന്നെയാണ്. സോ അവയുടെ സെക്യൂരിറ്റി ഒന്ന് നോക്കാം. സോ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ സോ HTTP ട്രാഫിക് അലോ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൂടാതെ ഒരു SSH ട്രാഫിക് കൂടി അലോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ലോഡ് ബാലൻസറിലേക്ക് പോകാം. ആൻഡ് സ്റ്റാറ്റസ് ഇപ്പോഴും പ്രൊവിഷനിങ്ങിൽ തന്നെയാണ്. സോ ഓക്കെ, നമ്മളുടെ ലോഡ് ബാലൻസറിൻ്റെ സ്റ്റേറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ DNS നെയിം കോപ്പി ചെയ്തിട്ട് നമുക്ക് പുതിയ ടാബിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മളുടെ ലോഡ് ബാലൻസർ വർക്കിംഗ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് സക്സസ് ആയിട്ടുണ്ട്. സോ നമുക്കിനി EC2 ഡാഷ്ബോർഡിലേക്ക് ചെന്നതിന് ശേഷം 2 ഇൻസ്റ്റൻസുകൾ ടെർമിനേറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ലോഡ് ബാലൻസറിൻ്റെ വർക്കിംഗ് കൂടി അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ടെർമിനേറ്റ്. സോ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ നമ്മളുടെ ലോഡ് ബാലൻസർ വർക്ക് ചെയ്യുന്നില്ല. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് പുതിയ ഇൻസ്റ്റൻസുകൾ പ്രൊവിഷൻ ചെയ്തതിനു ശേഷം സ്റ്റാറ്റസ് ചെക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളുടെ ലോഡ് ബാലൻസർ വർക്ക് ചെയ്യുന്നതാണ്. സോ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അതുവരെ നേരത്തെ നമ്മൾ സ്കെയിലിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്കെയിൽ ഇൻ ആൻഡ് സ്കെയിൽ ഔട്ടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ സ്കെയിലിംഗ് ഇൻ എന്നത് വർക്ക് ലോഡ് ഡിക്രീസ് ആകുമ്പോൾ ഓട്ടോ സ്കെയിലിംഗ് റിസോഴ്സുകളുടെ എണ്ണം കുറയ്ക്കുകയും കോസ്റ്റ് സേവ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ സ്കെയിലിംഗ് ഔട്ട് വഴി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പ്രത്യേക ത്രെഷോൾഡ് ക്രോസ് ചെയ്യുമ്പോൾ അഡീഷണൽ റിസോഴ്സസിനെ പ്രൊവിഷൻ ചെയ്യുന്നു. അതുവഴി കൂടുതൽ ഇൻസ്റ്റൻസുകൾ ലോഞ്ച് ചെയ്യുന്നു. സോ മാനുവൽ ഓവർ റൈറ്റ്സ്, അതായത് മിനിമം, മാക്സിമം ആൻഡ് ഡിസൈഡ് നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തതിനനുസരിച്ച് ഡിഫൈൻ ചെയ്താൽ ഇൻസ്റ്റൻസുകളുടെ എണ്ണം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അവയ്ക്കനുസരിച്ച്. സോ ഇൻസ്റ്റൻസുകൾ പ്രൊവിഷൻ ചെയ്യുന്നതേ ഉള്ളൂ നമ്മളുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ്. റണ്ണിങ്ങിലേക്ക് വന്നിട്ടില്ല.
ഇപ്പോഴും നമ്മളുടെ ലോഡ് ബാലൻസർ വർക്കിംഗ് അല്ല. സോ ഓക്കെ, നമ്മളുടെ ഒരു ലോഡ് ബാലൻസർ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. സോ റണ്ണിങ്ങിലേക്ക് വന്നാൽ ഓക്കെ, ഇപ്പോൾ ഒരു ലോഡ് ബാലൻസർ ഒരു ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഒരു ഇൻസ്റ്റൻസിനെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ലോഡ് ബാലൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ലോഡ് ബാലൻസർ ഇപ്പോൾ വർക്കിംഗ് സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് നമ്മളുടെ സക്സസ് ആയിട്ടുണ്ട്. സോ ഒരു സമ്മറി പോലെ പറഞ്ഞാൽ AWSലെ ടൂൾസുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓട്ടോ സ്കെയിലിംഗ്. സോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് പ്രധാനമായതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനും കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് മാനേജ് ചെയ്യാനും ആപ്ലിക്കേഷൻ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും കോസ്റ്റ് ഡിമാൻഡ്സിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യാനും ഓട്ടോ സ്കെയിലിംഗ് കൊണ്ട് സാധിക്കുന്നു. സോ ഇത്രയുമാണ് ഓട്ടോ സ്കെയിലിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ ഓട്ടോ സ്കെയിലിങ്ങിനെ കൂടുതലായി അറിയാനായി AWS ഡോക്യുമെൻറ്റേഷൻ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു.